നമസ്കാരം. സ്ത്രീത്വത്തെ അപമാനിച്ചു തന്നെ ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ബോബി ചെമ്മണ്ണൂർ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും കമൻറ്റുകളിട്ട് തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഹണി റോസ് നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിച്ചുവെങ്കിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യ ഹർജി തള്ളി 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ബോബി ചെമ്മണ്ണൂർ തൻ്റെ ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയ ചലച്ചിത്ര താരം ഹണി റോസിനെ മോശമായ രീതിയിൽ, മോശമായ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഹണി റോസിൻ്റെ പരാതിക്ക് അടിസ്ഥാനം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂരും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് അസോസിയേഷനുകളും ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിനെതിരെയും അവരുടെ ശരീരത്തിൻ്റെയും അങ്കലാവണ്യത്തിൻ്റെയും എല്ലാം പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അധിക്ഷേപകരമായ രീതിയിൽ ലൈംഗികപരമായ അധിക്ഷേപങ്ങൾ ഉയർത്തി എന്നുള്ളത് തന്നെയാണ് ഹണി റോസിൻ്റെ പരാതി. എന്നാൽ തൻ്റെ മാനേജർമാർ മുഖേന ബോബി ചെമ്മണ്ണൂരിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇനി ഇത്തരത്തിൽ പെരുമാറരുത് എന്നുള്ള താക്കീത് നൽകിയിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും ബോബി ചെമ്മണ്ണൂർ തന്നെ സമൂഹ മധ്യത്തിൽ കളിയാക്കുന്ന വിധത്തിൽ തൻ്റെ സ്ത്രീത്വത്തിനെതിരെ അവഹേളനപരമായ രീതിയിൽ, തന്നെ ലൈംഗികപരമായ രീതിയിൽ അവഹേളിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിലാണ് വീണ്ടും വീണ്ടും പെരുമാറിയിരുന്നത് എന്നാണ് ഹണി റോസ് ഇന്നലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയിലും പറഞ്ഞിരുന്നത്. കോടതി ഹണി റോസിന്റെ രഹസ്യമൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകളുടെ വകുപ്പുകളും പോലീസ് ഹാജരാക്കിയിരുന്ന തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വയനാട്ടിലുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ റിസോർട്ടിൽ നിന്നാണ് ഇന്നലെ അതീവ രഹസ്യമായി, അതിസാഹസികമായി പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. ഹണി റോസിന്റെ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഏതു വിധേനയും നിയമ നടപടികൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിരുന്ന ബോബി ചെമ്മണ്ണൂർ കോയമ്പത്തൂരിൽ തൻ്റെ ഒരു ജുവല്ലറി ഉദ്ഘാടനത്തിന് ശേഷം വിദേശത്തേക്ക് കടക്കുവാനായിരുന്നു പ്ലാനിട്ടിരുന്നത്. വയനാട്ടിൽ നിന്നും കോഴിക്കോട് വഴി കോയമ്പത്തൂർക്ക് പോകാനാണ് ബോബി ചെമ്മണ്ണൂർ പ്ലാനിട്ടിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് 4 മണിയോടുകൂടി വെളുപ്പിന് പോലീസുകാർ വയനാട് ബോബി ചെമ്മണ്ണൂരിൻ്റെ റിസോർട്ട് വളയുകയും ഏതാണ്ട് 7 മണിയോടുകൂടി റിസോർട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ കോഴിക്കോടേക്ക് യാത്ര ചെയ്യാൻ ഇറങ്ങുന്ന അവസരത്തിൽ തന്നെയാണ് പോലീസ് വാഹനം കുറുകെയിട്ട് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. അവിടെ നിന്നും തുടർന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. ഇന്നലെ 9:30 എറണാകുളത്തെത്തിയ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇന്നിപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ബോബി ചെമ്മണ്ണൂരിനെ സ്ത്രീത്വത്തെ അവഹേളിച്ചു, അശ്ലീലപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉയർത്തി, ലൈംഗികപരമായ അധിക്ഷേപങ്ങൾ ഉയർത്തി എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ജാമ്യം അനുവദിച്ചില്ല. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കോടതിയുടെ വിധി പ്രസ്താവ്യം കേട്ട് ബോബി ചെമ്മണ്ണൂർ തലകറങ്ങി വീണു, ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു. കോടതി അതിന് ഉത്തരവിട്ടു. ഇനി ആശുപത്രിയിൽ ഡോക്ടർമാരുടെ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി രാമപിള്ള അസോസിയേഷന്റെ മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് കോടതിയിൽ ഹാജരായിരുന്നത്. എന്നാൽ ഒരു കാരണവശാലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ തന്നെ, നിലപാടിൽ തന്നെ കോടതി ഉറച്ചു നിന്നു. എന്തായാലും 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്ത്രീത്വത്തിനെതിരെ, സ്ത്രീകളെ അവഹേളിക്കുന്നവർക്കെതിരെ, സ്ത്രീയുടെ ശരീരത്തെ ലൈംഗിക ഉപകരണം എന്ന രീതിയിൽ അധിക്ഷേപകരമായ വാക്കുകൾ തൊടുക്കുന്ന ആളുകൾക്കെതിരെ കോടതി നൽകുന്ന കൃത്യമായ ശിക്ഷാവിധി തന്നെയാണ് ഇത്. ഒരു കാരണവശാലും ഇനി ആരും ഇത്തരം ഒരു ഉദ്യമത്തിന് മുതിരരുത് എന്നൊരു സന്ദേശം കൂടി കോടതിയുടെ ഈ വിധി പ്രസ്താവത്തിലുണ്ട്. എന്തായാലും 14 ദിവസത്തിന് ശേഷം വീണ്ടും ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഹണി റോസ് തൻ്റെ സ്ത്രീത്വത്തിന് നേരെയും ബോബി ചെമ്മണ്ണൂർ തന്നെ ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ
കമന്റുകൾ ഇട്ടു എന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP മനോജ് എബ്രാഹിമിനെ വിളിച്ച് വേണ്ടത്ര കരുതൽ നടപടികൾ എടുക്കണം, നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് കൃത്യമായി തന്നെ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുകയും ത്വരിതഗതിയിൽ തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. എറണാകുളം SP ജയകുമാറിന്റെ നേതൃത്വത്തിൽ 10 അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരെ മറ്റ് നിരവധി കേസുകളും വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭവുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കേസുകൾ കൂടി വരുന്നു എന്നറിയുന്നു. എന്തായാലും പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചേർത്തിരുന്നത്. കോടതി അക്ഷരാർത്ഥത്തിൽ പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടുകൾ പരിശോധിച്ചു. കൃത്യമായി ഹണി റോസിന്റെ പരാതിയിന്മേൽ കോടതി നടപടിയെടുത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു.